കാണിക്കാൻ പോകുന്നത് ഞാനൊരു ഷോർട്സ് ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ച ഉമ്മാൻ്റെ ഈസി ടേസ്റ്റി മജ്ബൂസ് റൈസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇട്ടത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ഇടുക. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കുക. നിങ്ങൾ വീഡിയോ കണ്ടുപോകുമ്പോൾ അത് ചെയ്യാൻ വലിയ പണിയില്ലല്ലോ. അപ്പോൾ അതാ നമ്മുടെ ഈസി ടേസ്റ്റി ഉമ്മാൻ്റെ മജ്ബൂസ് റെസിപ്പി ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ കാണുക, ഉണ്ടാക്കുക, കമൻറ്റൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട ആ റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ചിക്കൻ ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. നല്ല മസാല ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി അരച്ചെടുത്തത്, ഇതിലേക്ക് ജീരകം കൂടെ ചേർത്തിട്ടുണ്ട് അരച്ചെടുത്തത്, പച്ചമുളകുണ്ട്, കറിവേപ്പിലുണ്ട്, ഇതെല്ലാം കൂടിയാണ് അരച്ചിട്ടുള്ളത്. മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്തിരി ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്ത് ഇത്തിരി തൈരും കൂടെ ചേർത്തിട്ട് നന്നായി മാഗ്നേറ്റ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഇതൊരു 15 മിനിറ്റ് നമുക്ക് 15 അരമണിക്കൂറോ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഈ ഒരു ഇതിനകത്ത് കൂട്ടിയിട്ടുള്ള മസാല മാത്രമാണ് ഈ റൈസിന് കാര്യമായിട്ടുള്ളത്. മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. നിന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിലേക്ക് 2 സാധനങ്ങളും കൂടെ ആഡ് ചെയ്യാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് ചിക്കൻ മസാലയുടെ പൊടി ഒരു അല്പം, ഒരുപാട് പാടില്ല, കുറച്ച്, വളരെ കുറച്ച്, ഒരു ഇത്രയൊക്കെ മതി കേട്ടോ. അതുപോലെ ഇവിടെ വീട്ടിൽ നല്ലൊരു സ്പെഷ്യൽ ഐറ്റമാണിത്. ഇത് കറിവേപ്പില ഉണക്കി പൊടിച്ചതാണ്. ഇവിടെ ചിക്കനിലും ബീഫിലൊക്കെ നല്ല ധാരാളമായിട്ട് ചേർക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇതും കൂടെ ആഡ് ചെയ്ത് ഒന്നും കൂടെ കുഴച്ചെടുത്തിട്ട് നമ്മളിത് വറുക്കുകയാണ്. ആദ്യം ചൂട് കട്ടിയുള്ളൊരു ചട്ടി വെച്ചിട്ട് നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. നന്നായി ചൂടായി. അപ്പം നമുക്കല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മതി. ഈ ഓയിൽ തന്നെയാണ് നമ്മൾ ചോറ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. പൊരിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത്തിരി സോയാ സോസ്, ഒരു 2 ടീസ്പൂണ് സോയാ സോസ്, അതുപോലെ നമ്മുടെ തക്കാളി സോസും കൂടി ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കണം. കാണുമ്പോൾ ഇപ്പം തന്നെ ഓരോന്ന് കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇടയ്ക്ക് ചെറിയ 2 പീസൊക്കെ നോക്കി കഴിച്ചു. ഇനി ഇതാ ലാസ്റ്റത്തെ തോരാനായി. അപ്പം ഈ ഒരു ഇതിൽ ഫ്രൈ ആയി കിട്ടിയാൽ മതി അല്ലേ? ഈ ഒരു പരുവത്തിൽ, അതായത് ഇനി നമ്മളിത് റൈസിലിട്ട് വേവിക്കുന്നതുകൊണ്ട് ഒരു 3/4 വേവ് പരുവത്തിലൊന്ന് പൊരിച്ചു കൂരി എടുക്കുകയാണ്. അതാ ഇത് ഫുള്ള് പൊരിച്ചു കൂരി എണ്ണയിൽ നിന്ന് മാറ്റി ഇനി നമുക്ക് ചോറ് റെഡിയാക്കാം. ചൂട് കട്ടിയുള്ളൊരു പാത്രം വെച്ചു. ഇനി ഇത് നന്നായി ചൂടായിട്ട് ഈ ചിക്കൻ പൊരിച്ചെടുത്ത എണ്ണ തന്നെയാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ കുറച്ച് എണ്ണ അതിൽ ചിക്കൻ പൊരിച്ചെടുക്കണം എന്ന് പറയാനുള്ള കാരണം അതിൽ ആ മസാലകളൊക്കെ ഈ ചോറിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ വേറെ ഒരു മസാലയും നമ്മൾ ഈ ചോറിൽ ചേർക്കുന്നില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. വല്ലാണ്ട് അടിയെടുക്കാതെ ഇത്തിരി വെളിച്ചെണ്ണ എണ്ണ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ റൈസ് ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ട 2 സാധനങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നല്ല ജീരകം, ചെറിയ ജീരകമാണ്, അതുപോലെ ഈ മാഗിയുടെ ക്യൂബ്. ഇത് 2ഉം തീർച്ചയായിട്ടും ഈ റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. എണ്ണ നന്നായി ചൂടായി നമ്മൾ ആദ്യം ഈ ചെറിയ ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി റൈസിലേക്ക് വേണ്ട ആവശ്യമായ സാധനങ്ങളാണ് 2 വലിയ ഉള്ളി, ക്യാപ്സിക്കം, ഒരു ഇത്തിരി, ഇത് ഓപ്ഷനിലാണ്, ക്യാബേജ് ഞാൻ എടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ഇത് ഓപ്ഷനിലാണ്. ക്യാരറ്റ് നിർബന്ധമായിട്ട് ഒരു 2 ക്യാരറ്റ് ഉണ്ടായിരിക്കണം. 2 വലിയുള്ളി എടുത്തുകൊണ്ട് തന്നെ 4 തക്കാളിയാണ് ഞാനിവിടെ ചോറിലേക്ക് എടുത്തിട്ടുള്ളത്. ഇത് ഇങ്ങനെ അരിഞ്ഞിട്ടും ചേർക്കാം, അല്ലെങ്കിൽ അരച്ചും ചേർക്കാം.
നമ്മുടെ ജീരകം റെഡിയായി. അതിലേക്ക് വലിയ ഉള്ളി വഴറ്റിയെടുക്കുക. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഇത് ഞാൻ ഇടാറില്ല. ഞാൻ സാധാരണ ചോറ് വെക്കുമ്പോൾ ഇത് ഇടാറില്ല. ഇന്നിവിടെ ഗസ്റ്റൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനിത് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടണമെങ്കിൽ, ഒരു അറബിക് ഫുഡ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതൊന്നും ഉപയോഗിക്കാതെ ഈ ഉള്ളി ഈ ജീരകവും വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇതിലേക്ക് ഉള്ളി ഒന്ന് വഴലാനുള്ള ചെറിയൊരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്താ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള 4 തക്കാളി ആഡ് ചെയ്യുക. ഇത് രണ്ടുപേരും ഒന്ന് സെറ്റാവട്ടെ. നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് കാണാം. തക്കാളി വെന്ത് നല്ല പേസ്റ്റ് പരുവത്തിലാവുന്ന രീതിക്ക് നമ്മളത് വഴറ്റി വേവിച്ചെടുക്കണം. കാരണം അത് നമ്മൾ അരച്ചല്ലല്ലോ ചേർക്കുന്നത്, അരിഞ്ഞല്ല ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. തക്കാളി നല്ല ഇതിൽ വന്നിട്ടുണ്ട്, നല്ല ഉടഞ്ഞ് റെഡി ആയിട്ടുണ്ട് തക്കാളി. അപ്പോൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കൂ. അതുപോലെ ഒരു പിടി, ഞാൻ പറഞ്ഞല്ലോ ഇത് ഓപ്ഷണലാണ്, ഇന്ന് ഗസ്റ്റൊക്കെ ഉള്ളതുകൊണ്ടുള്ള ഒരു മോഡിഫിക്കേഷനാണ് ഞാനിത് ചേർക്കുന്നത്. ഇത്തിരി ക്യാബേജ് ഇതിനകത്ത് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് മാഗിയുടെ ചിക്കൻ ക്യൂബ് ഞാൻ 1.5 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് 1.5 എടുക്കുന്നത്, അല്ലെങ്കിൽ 1 മതി. എല്ലാം നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി വേവാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതാ ഈ ഒരു പാത്രം നിറയെ ആയിരുന്നു എൻ്റെ അരി ഉള്ളത്. അപ്പോൾ ഇതിന് 2 കപ്പ്. പാകത്തിന് ഉപ്പും ഇത്തിരി കറിവേപ്പില ഇട്ടിട്ട് നമുക്കിത് തിളയ്ക്കാൻ അനുവദിക്കാം. വെള്ളം ഏകദേശം തിളക്കാനായി. അപ്പോൾ ഉപ്പൊക്കെ പാകമാക്കി, കല്ലുപ്പാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. ഉപ്പ് പാകമാക്കി ഇതാ ഒന്ന് നടുക ചെറുതായിട്ട് പിളർന്നു കൊടുത്തിട്ടുള്ള 3-4 പച്ചമുളക്, ഇത് മല്ലി, അത് കുറച്ച് വളരെ ശകലമേ ഇടുന്നുള്ളൂ. ഇവിടെ മക്കൾക്കത് ഇഷ്ടമല്ല, പക്ഷേ നല്ല ടേസ്റ്റും ഹെൽത്തിയാണ് സാധനം. നല്ല വെട്ടി തിളച്ചിട്ടുണ്ട് വെള്ളം. ഇനി ഇതിലേക്ക് അല്പം കുരുമുളക് കൂടി ചേർക്കുകയാണ്. അത് കഴിഞ്ഞ് കഴുകി വാർത്ത് വെച്ച ബിരിയാണി അരിയാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബസുമതി റൈസ്, നമ്മൾ മന്തി ഉണ്ടാക്കുന്ന അരി, ബിരിയാണി അരി, ഏത് അരിയും നമുക്കിതിൽ ഉപയോഗിക്കാം. 4 കപ്പ് ബിരിയാണി അരിയാണ് ഞാനിത് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. വേവായി വന്നു. ആ സമയം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ്, ഇത് ഞാൻ 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് അതുപോലെ നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് ചെറിയ സിമ്മിൽ അരി വെന്ത് ചോറാവുന്നത് വരെ വേവിച്ചെടുക്കണം. മുകളിലൊരു കനത്തിന് അങ്ങനെ വെള്ളം നിറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ സലാഡിനുള്ള കാര്യങ്ങൾ കൂടിയാവുണ്ട്. വലിയുള്ളി, ക്യാബേജ്, ക്യാപ്സിക്കം, അതുപോലെ ബീട്രൂട്ട് അരച്ചത് അത് ചേർത്ത് അതിലേക്ക് പാകത്തിന് സുറുക്കൊഴിക്കുക, ഉപ്പ് ചേർക്കുക.
നല്ല കുത്തി അരിഞ്ഞ് പച്ചമുളക് 2 എണ്ണം കൂടി ചേർത്താൽ നമ്മുടെ സാലഡ് റെഡി. നമ്മളെ റൈസ് ഇവിടെ റെഡിയായി. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കാം. നമ്മളെ റൈസ് റെഡിയായി. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണിത്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ഞാൻ പറഞ്ഞല്ലോ ഗസ്റ്റൊക്കെ ഉള്ളതുകൊണ്ടുള്ള മോഡിഫിക്കേഷനാണ്. ഇത്തിരി ബീട്രൂട്ടിൻ്റെ ജ്യൂസ് മുകളിലൊരു സൈഡിലായിട്ട് കുറച്ച് ഒഴിച്ച് വെക്കുന്നുണ്ട്. റൈസിന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. ഈ സൈഡ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ, ആ ഭാഗം മാത്രം ഇളക്കിയിട്ട് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഒന്നും കൂടെ ഒരു 2-3 മിനിറ്റ് ഒന്നും കൂടെ നേരത്തെ പോലെ നമുക്ക് ദം ചെയ്യാം. ചോറ് എടുക്കാനായി. നല്ല അടിപൊളിയായിട്ട് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എല്ലാവരും ഇരുന്ന് അതിൻ്റെ ബഹളമാണ്, ഫുഡ് കഴിക്കാൻ ഇരുന്ന്. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. സിമ്പിളായിട്ടുള്ള അടിപൊളി ചോറാണ്. ഒരു വട്ടം ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ ഉണ്ടാക്കാൻ തോന്നും. ഇതിൻ്റെ ബീഫിൻ്റെ ആണെങ്കിലും അല്ലേ എല്ലാം ഒരേപോലെ ടേസ്റ്റാണ്. ബീഫിൻ്റെത് കൂടെ ഉണ്ട്, അത് ഞാൻ പിന്നൊരു അവസരത്തിൽ കാണിക്കുന്നുണ്ട്. സാധാരണ ഞാൻ നോർമലായിട്ട് വളരെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ അത് കാണിച്ചു തരുന്നുണ്ട്. ഈ റൈസ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്തായാലും കമൻ്റ് ഇടുക. അപ്പോൾ നമ്മൾ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ മൊത്തത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഈവനിങ് വിശേഷങ്ങളും കൂടെ നിങ്ങൾ കണ്ടിട്ട് വരൂ. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളായിരുന്നു. ഇതൊക്കെ എൻ്റെ കസിൻസൊക്കെ നിൽക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം നടക്കാൻ ഇറങ്ങി. എന്നിട്ട് അടുത്തുള്ളൊരു ചായക്കടയിലോട്ടാണ് കേട്ടോ പോയത്. ഇവിടെ ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട്, പലഹാരങ്ങളൊക്കെ മേടിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റി പലഹാരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നിൻ്റെ പേര് പറയുന്നു. ചിരിമുട്ട, ചിക്കൻ കമീറ. അപ്പോൾ ഞങ്ങൾ ആ പറഞ്ഞ പുതിയ ഐറ്റംസ് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി കടയാണ് കേട്ടോ. പല വെറൈറ്റി നമുക്ക് കാണുമ്പോൾ തന്നെ കൊതി തോന്നുന്ന പലഹാരങ്ങളാണുള്ളത്. അപ്പോൾ ഞങ്ങളതാ ചിക്കൻ കമീറ ചിരിമുട്ട ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. വെറൈറ്റി പേരാണ് കേട്ടോ. അപ്പോൾ അത് കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ബൂസ്റ്റ് ലൈമൊക്കെ പറഞ്ഞു. പലഹാരങ്ങൾ അല്ലു പറയും. അതെ, സൂപ്പറാ. അപ്പം ഇങ്ങനെ ഈ റോഡ് സൈഡിലാട്ടോ ഈ കട വരുന്നത്. നല്ല പലഹാരവും ചായയൊക്കെ കുടിച്ച ശേഷം നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഈവനിങ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് രസിച്ച് ഞങ്ങൾ ഇവിടെയുള്ള കെട്ടുങ്ങൽ പുഴയിലേക്ക് വന്നതാണ്. അത്യാവശ്യം വെള്ളം ഒഴുക്കുള്ള പുഴയാണ്. ഇത് ഇറങ്ങാൻ കുറച്ച് അപകടമാണ്. അപ്പോൾ ഇവിടെ കണ്ടോ കുറച്ച് അപകടമുള്ള പുഴയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇതായിരുന്നു അവസ്ഥ. വെള്ളമൊന്നും തീരെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇറങ്ങിയ മാതിരി തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. കാരണം വെള്ളമൊക്കെ ഒരുമാതിരി ചളി പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെയായിരുന്നു കേട്ടോ ചെന്ന് എത്തിയപ്പോൾ ഉണ്ടായിരുന്നത്. ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ഇറങ്ങാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഷൂ എന്ന് പറഞ്ഞിട്ടാണ് പോവും. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ടുള്ളൂ, പിന്നെ തിരിച്ച് കയറി. അതായിരുന്നു അത് പുഴൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു, നമ്മളെ ചൂട് കാരണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയായിരുന്നു. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പോൾ പോണ വഴി ഉപ്പിലിട്ടൊക്കെ കണ്ടപ്പോൾ അതും കൂടെ മേടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി. അതൊക്കെ കഴിച്ച് കുറച്ച് ഞാൻ ഷട്ടിലൊക്കെ കളിച്ചു. രാത്രിയായപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.